ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ക്ലീനിങ് വ്ളോഗ് ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ വിചാരിക്കും എല്ലാ ദിവസവും ഒരേ റൂമിൽ തന്നെ ക്ലീൻ ചെയ്ത് ആ ഒരു സെയിം ക്ലീൻ വീഡിയോ തന്നെ ഇതിലേക്ക് വന്ന് പോസ്റ്റ് ചെയ്യാൻ ഇവർക്ക് വേറെ പണിയൊന്നുമില്ലുള്ളത് വിചാരിക്കും. അത് പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ റൂമല്ല കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. ഇന്ന് ഞാനൊരു വെറൈറ്റിക്ക് എൻ്റെ ഔട്ട്ഡോഴ്സ് ആട്ടോ ക്ലീൻ ചെയ്യുന്നത്. കണ്ടില്ലേ ഗൈസ്? അപ്പോൾ ക്ലീൻ ചെയ്യുന്നതിൻ്റെ മുന്നേ കുറച്ച് റെസ്റ്റ് എടുക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാനിവിടെ ഇരിക്കാം കേട്ടോ. സോ എനിക്ക് ക്ലീനിങ് വ്ളോഗ് ചെയ്യുമോ ചോദിച്ചിട്ട് കമൻറ്റ് വരാറുണ്ട് കേട്ടോ. ആരാണ് എൻ്റെ ക്ലീനിങ് വ്ളോഗിൽ ഇത്രമാത്രം ഫാൻസ് ആയതുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇന്ന് ഈ ഒരു ക്ലീനിങ് ഞാനൊരു വ്ളോഗിന് വേണ്ടിയിട്ട് മാത്രമല്ല എടുക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ വീട്ടിലേക്ക് ഒരു സ്ലീപ്പ് ഓവറിന് വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ഇവിടെയാണ് എൻ്റെ ഔട്ട് ഹൗസിലാട്ടോ സ്റ്റേ ചെയ്യുക. സോ ഔട്ട് ഹൗസ് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ ക്ലീനിങ് വ്ളോഗ്സിനൊക്കെ കുറച്ച് ഫാൻസ് ഉണ്ടായതിനെ കൊണ്ട് ഐ തോട്ട് ഒരു വ്ളോഗ് ആക്കിയിട്ട് എടുക്കാമല്ലോ വിചാരിച്ചു. സോ ഞാൻ പോയിട്ട് ഇനി നമുക്ക് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. എല്ലാവരും ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ കുളിക്കാൻ പോകാറ്. പക്ഷേ ചില സമയങ്ങളിൽ എൻ്റെ ബുദ്ധി വിമാനം പോലെ ആയതിനെ കൊണ്ട് തന്നെ ഞാൻ കുളിച്ച് മാറ്റി ഐശ്വര്യത്തോടെ അങ്ങോട്ടേക്ക് ക്ലീൻ ചെയ്യാമല്ലോ വിചാരിച്ചു. അതിനത് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ വന്നത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകാൻ. അപ്പം നമുക്ക് ക്ലീൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഗൈസ്. കാരണം അവരൊക്കെ ഇപ്പോൾ എത്തും. അപ്പോൾ കുറേ നേരം ഞാൻ ഇവിടെ നിന്ന് വാചകം അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്ലീനിങ് ഒന്നും നടക്കില്ല കേട്ടോ. കാരണം ഞാൻ എന്ത് പണി ചെയ്യുമ്പോഴും ഭയങ്കര സ്ലോ ആയിട്ട് മാത്രം ചെയ്യാറുള്ളൂ. സോ നമുക്ക് ക്ലീൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യാനൊന്നുമില്ല കേട്ടോ. കാരണം ഇതൊക്കെ മമ്മീൻ്റെ ടെറിറ്ററി ആയതിനെ കൊണ്ട് തന്നെ മമ്മി ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മാത്രം വെക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പൊടിയൊക്കെ തട്ടി എടുത്താൽ മാത്രം മതി. നേരെ മറിച്ച് എൻ്റെ റൂമിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് കുറേ ഭയങ്കര ഹെവി വർക്ക് ആയിരിക്കും കേട്ടോ. കാരണം അത് ഞങ്ങളുടെ ടെറിറ്ററി ആയിട്ടോ. അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾ അത്ര ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വെക്കാറില്ല. അതാണ് സത്യം. സോ നമുക്ക് പോയിട്ട് ക്ലീൻ ചെയ്യാം ഗൈസ്. എൻ്റെ മമ്മി ഗൈസ് ടോയ്ലറ്റ് ക്ലീനറൊക്കെ കബോർഡിൽ ഒളിപ്പിച്ച് വെക്കുന്നു. വൈ മമ്മി വൈ? എന്തിനാ എന്നറിയില്ല കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് തന്നെ കക്കൂസാണ് കഴുകാൻ പോകുന്നത്. കക്കൂസ്. അപ്പോൾ നമുക്ക് പോയി കഴുകിയിട്ട് വരാം. ഖമോൺ. ഇവിടെ പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യാനൊന്നുമില്ല കേട്ടോ ഗൈസ്. എന്നാലും നമുക്കൊരു ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. എന്നാലും നമുക്കിതൊക്കെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ക്ലീനിങ് ഒക്കെ ഓൾറെഡി മമ്മി ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒരു പേരിന് ഞാനൊന്ന് അങ്ങോട്ട് കഴിയുകയുള്ളായിരുന്നു. പിന്നെ ഇവിടെ എനിക്ക് വലിയ എയിമില്ലാത്തതിനെ കൊണ്ട് ഏതൊക്കെ ബ്രഷുകൾ എവിടെയൊക്കെ യൂസ് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അൺഫോർച്ചുനേറ്റ്ലി ഞാനത് കഴുകുന്ന സമയത്ത് ഇവിടെ ഞാൻ ചെറുതായിട്ട് പൊട്ടി കഴിച്ചു. ഇത് ഞാനിനി എന്താ ചെയ്യുക? ഇതാണ് നമ്മൾ പറ്റുന്ന പണിക്ക് മാത്രം പോകണം എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഗൈസ്, ഇത് മമ്മീൻ്റെ ടെറിറ്ററി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല കേട്ടോ. കാരണം ഇവിടെ ക്ലീനാണ്. ഞാൻ ഇവിടെ ശരിക്കും ഒരു തമാശക്ക് വീണ്ടും ക്ലീൻ ചെയ്യാൻ വന്നൊരവസ്ഥയായിരുന്നു. കാരണം ഇവിടെ പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യാനൊന്നുമില്ല കേട്ടോ. എൻ്റെ റൂം ക്ലീൻ ചെയ്തിട്ടാണോ അറിയില്ല, ഇതെനിക്ക് ഭയങ്കര സിമ്പിളായി തോന്നേ. കാരണം 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ബാത്റൂം കഴുകി കഴിഞ്ഞു. ഭയങ്കര ഫാസ്റ്റായിട്ട് കേട്ടോ. സോ നമുക്കിവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്കൊരു പണിയുണ്ടല്ലോ നമ്മളെ ഫ്രണ്ട്സ് വരുമ്പോൾ. അങ്ങനെ കുറച്ച് പണികൾ നമ്മൾ ചെയ്യണമല്ലോ. അങ്ങനെ മാത്രം ഞാൻ കയറിയതാട്ടോ. അതുകൊണ്ട് എൻ്റെ പണികളൊക്കെ വേഗം കഴിഞ്ഞിട്ടുണ്ട്. താങ്ക്സ് ടു മമ്മി. അങ്ങനെ നമ്മുടെ ബാത്റൂമിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഇതാ ബാത്റൂമിലേക്ക് ഇങ്ങനെ ടവല്, അതേപോലെ തന്നെ നമ്മുടെ സോപ്പ് കാര്യങ്ങൾ അതൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെക്കേണ്ട കാര്യങ്ങളുള്ളായിരുന്നു കേട്ടോ. പിന്നെ ഇതായിരുന്നു ക്ലീൻ ചെയ്തിട്ടുള്ള നമ്മുടെ ബാത്റൂം ലുക്ക് ഗൈസ്. ഇതായിരുന്നു കേട്ടോ. ക്ലീനിങ് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ. അത് പിന്നെ സ്വാഭാവികമാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റീഫില്ല് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഓരോരോ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട്. ഇനി നമുക്കിത് ഈ ഒരു മെയിൻ ഗ്ലാസ് അങ്ങോട്ടേക്ക് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ആ ഗ്ലാസ്സും അങ്ങോട്ടേക്ക് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. ഇതൊക്കെ കാണുന്നത് പോലെ സിമ്പിളല്ല. ഇതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ഗൈസ്. ഭയങ്കര ടഫായിരുന്നു കേട്ടോ. പിന്നെ കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും കേട്ടോ. പിന്നെ പൊടിയൊക്കെ തട്ടിയെടുത്തു, എല്ലാ സ്ഥലങ്ങളും ഇതാക്കി. പിന്നെ അതാ നമ്മുടെ മാറാലൊക്കെ അങ്ങോട്ടേക്ക് പോക്കിയതിന് ശേഷം നമുക്ക് അടിച്ചു വരാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടിച്ചൊക്കെ വാരി സത്യം പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ലായിരുന്നു കേട്ടോ. അതാണ് വേഗം വീഡിയോ കഴിഞ്ഞതും എൻ്റെ വർക്കും വേഗം കഴിഞ്ഞിരുന്നു കേട്ടോ. കാരണം ഓൾറെഡി ചെയ്ത് വെച്ചതായിരുന്നല്ലോ. പിന്നെ കുറച്ചിങ്ങനെ എപ്പോഴും ഉണ്ടാകുന്ന ചെറിയ പൊടികൾ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ അടിച്ചൊക്കെ വാരി ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ തുടയ്ക്കാനുണ്ടായിരുന്നു. പിന്നെ എനിക്കിങ്ങനെ ഇനി ബക്കറ്റും വെള്ളവും
വടിയൊക്കെ എടുത്ത് വരാൻ ചടപ്പായതിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പെനോയിൽ ആദ്യം തന്നെ താഴെ ഒഴിച്ച് എന്നിട്ട് തുടച്ചു കേട്ടോ. നമുക്ക് ഇങ്ങനെയും ഈസി വർക്കൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ കിച്ചണൊക്കെ ഒന്ന് കുറച്ച് സെറ്റ് ആക്കാനുണ്ടായിരുന്നു. കിച്ചണിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ നമ്മുടെ റാക്കൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഞാനിതവിടെ ബെഡ് ഷീറ്റ് വേറെ മാറ്റി പിരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഷീറ്റായിരുന്നു എടുത്തിട്ടുള്ളായിരുന്നു. അങ്ങനെ ഷീറ്റൊക്കെ പിരിച്ചു, ബെഡൊക്കെ സെറ്റാക്കി കേട്ടോ. ബെഡൊക്കെ അങ്ങോട്ട് സെറ്റാക്കി വന്നതോ ഇപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് ഫുള്ളായിട്ട് സത്യം പറഞ്ഞാൽ ടയേർഡായിട്ടോ. സംഭവം കുറച്ച് പണി എടുത്തിട്ടുള്ളതെങ്കിലും ഭയങ്കരമായിട്ട് ടയേർഡായിട്ടോ. അതങ്ങനെയാണല്ലോ, നമ്മൾ എന്ത് പണിയെടുക്കുമ്പോൾ ഭയങ്കര ടയേർഡാണല്ലോ. ഞാൻ വന്നിട്ട് വേർത്ത് കുളിച്ചു കേട്ടോ. പിന്നെ ഇനി ഈ ഒരു സോഫ ടേബിള് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിടാനുണ്ടായിരുന്നു. ഞാൻ അടിച്ചു വരുമ്പോൾ അങ്ങോട്ട് നീക്കിയിട്ടതായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ അങ്ങോട്ടേക്ക് റെഡിയാക്കി വെച്ച് ഏകദേശം നമ്മുടെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാൻ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഇതാ ഫ്ലവർ വേസൊക്കെ എല്ലാ ഭാഗത്തും വെച്ച് കൊടുത്തു. പിന്നെ ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തു. പിന്നെ ഫുൾ സെറ്റാക്കണ വർക്ക് മാത്രമായിരുന്നു കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തേക്കാനുണ്ടായിരുന്നു. പിന്നെ ഈ സീനറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇതായിരുന്നു കേട്ടോ ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ള നമ്മുടെ ഔട്ട്ഡോഴ്സിൻ്റെ ലുക്ക്. അപ്പോൾ ഈ ഒരു ക്ലീനിങ് ഇഷ്ടപ്പെട്ടുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തു, കാരണം പ്രത്യേകിച്ച് എനിക്ക് ക്ലീനൊന്നും ചെയ്യാനില്ലായിരുന്നു. എന്നാലും ഞാൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്ലീനിങ് വീഡിയോ ഇഷ്ടപ്പെട്ടുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഇത്രേ ഉള്ളൂ ഗയ്സ്. എൻ്റെ ക്ലീനിങ് ഒക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞു. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. സോ സീ യു സൂൺ ഇൻ ദി നെക്സ്റ്റ് വ്ളോഗ്. ബൈ ബൈ.